ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് കോക്ബറോക്ക് ലാംഗ്വേജ്, പ്രൊഡക്ഷൻ ഗ്യാപ്പ് റിപ്പോർട്ട്, ഗുഡ് ഫ്രൈഡേ എഗ്രിമെൻറ്റ്, ലോക്പാൽ, ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ്, ഡീപ് ടെക്. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോക്ബറോക്ക് ലാംഗ്വേജിനെ കുറിച്ചാണ്. ഓക്കെ, ഈ കോക്ബറോക്ക് ലാംഗ്വേജിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ത്രിപുരയിൽ അവിടെ കോമൺലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ത്രിപുര സ്റ്റേറ്റിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഈ കോക്ബറോക്ക് ലാംഗ്വേജ് അല്ലെങ്കിൽ ത്രിപുരി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ സെക്കൻഡറി സ്കൂൾ എഡ്യൂക്കേഷൻസിനകത്ത് ഇതിൻ്റെ റോമൻ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കോൺട്രവേഴ്സി ആയിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 4 അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോക്ബറോക്ക് അല്ലെങ്കിൽ ത്രിപുരി എന്ന് പറയുന്നത് ഈ ടിബറ്റോ ബർമൻ ഫാമിലിയിൽ പെടുന്ന ഒരു ലാംഗ്വേജ് ആണ്. ഇത് നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടുള്ള ത്രിപുരയിലും ത്രിപുരയുടെ അടുത്ത് കിടക്കുന്ന ഈ ചില നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലും പിന്നെ അതുപോലെ തന്നെ ബംഗ്ലാദേശിലുള്ള ചില പ്രദേശങ്ങളിലുമാണ് ഈ ലാംഗ്വേജ് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ഇനീഷ്യലി കോക്ബറോക്ക് ലാംഗ്വേജ് എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ത്രിപുരി എന്നും അതുപോലെ തന്നെ തിപ്ര കോക്ക് എന്നുള്ള പേരിലുമായിരുന്നു. ഇത് 20-ാം നൂറ്റാണ്ടിൻ്റെ അല്ലെങ്കിൽ 1900-ത്തിൻ്റെ തുടക്കത്തിലാണ് ഇതിൻ്റെ ഈ ലാംഗ്വേജിൻ്റെ പേര് കോക്ബറോക്ക് ലാംഗ്വേജ് എന്നായിട്ട് മാറ്റുന്നത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ത്രിപുര സ്റ്റേറ്റിൻ്റെ ആ സംസ്ഥാനത്തിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഈ കോക്ബറോക്ക് അല്ലെങ്കിൽ ത്രിപുരി എന്ന് പറയുന്ന ലാംഗ്വേജ്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 8th ഷെഡ്യൂളിനകത്ത്, അതായത് ഇന്ത്യയിലെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജസിനെ കുറിച്ച് പറയുന്ന 8th ഷെഡ്യൂളിനകത്ത് ഈ ലാംഗ്വേജും കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ഡിമാൻഡ് ത്രിപുരയിൽ നിന്നുള്ള ആളുകളുടെ അല്ലെങ്കിൽ ത്രിപുര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്രൊഡക്ഷൻ ഗ്യാപ്പ് റിപ്പോർട്ടാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഗ്യാപ്പ് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ പേജിനകത്ത് ഇക്വിറ്റി കൺസേൺസ് ഇൻ ബാനിങ് ഫോസിൽ ഫ്യൂൽ എക്സ്ട്രാക്ഷൻ എന്നുള്ള ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ പ്രൊഡക്ഷൻ ഗ്യാപ്പ് റിപ്പോർട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പ്രൊഡക്ഷൻ ഗ്യാപ്പ് റിപ്പോർട്ട് എന്ന് പറയുന്നത് 2019 തൊട്ടാണ് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യപ്പെടാൻ തുടങ്ങുന്നത്. ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഒരുപാട് ഓർഗനൈസേഷൻസ് ചേർന്നിട്ടാണ്. ഇപ്പോൾ സ്റ്റോക്ക്ഹോം എൻവയോൺമെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ ക്ലൈമറ്റ് അനലിറ്റിക്സ്, E3G, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ UN എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം അല്ലെങ്കിൽ UN എൻവയോൺമെൻറ്റ് പ്രോഗ്രാം UNEP എന്നുള്ള ഇത്രയും ഓർഗനൈസേഷൻസ് ചേർന്നിട്ടാണ് ഈ പ്രൊഡക്ഷൻ ഗ്യാപ്പ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മുടെ പാരീസ് ക്ലൈമറ്റ് സമ്മിറ്റ് അനുസരിച്ച് നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിൽ നിന്ന് 1.5 ഡിഗ്രി സെൽഷ്യസ് ടു 2 ഡിഗ്രി സെൽഷ്യസിനകത്ത് കണ്ടെയ്ൻ ചെയ്യണം എന്നുള്ളൊരു ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഫോസിൽ ഫ്യൂലാണ്. അപ്പോൾ ഈ ഫോസിൽ ഫ്യൂവലിൻ്റെ ഉപയോഗം കുറച്ചാൽ മാത്രമേ ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. എന്നാൽ പോലും ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ്. അപ്പോൾ ഈ ഫോസിൽ ഫ്യൂവലിൻ്റെ ഉപയോഗം കുറക്കുക എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഫോസിൽ ഫ്യൂവലിൻ്റെ ഉപയോഗം കുറയുന്നുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഫോസിൽ ഫ്യൂവലിൻ്റെ പ്രൊഡക്ഷൻ കുറയണം. അപ്പോൾ ആക്ച്വലി ഈ പറയുന്ന 2 ഡിഗ്രി സെൽഷ്യസിൻ്റെ താഴത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന 1 ഡിഗ്രി സെൽഷ്യസിൻ്റെ താഴത്ത് ഈ പറയുന്ന വാർമിങ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ റൈസ് കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര വരെ നമുക്ക് ഫോസിൽ ഫ്യൂൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ 1.5 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 2 ഡിഗ്രി സെൽഷ്യസ് ഗ്രോത്തിനകത്ത് അല്ലെങ്കിൽ ടെമ്പറേച്ചർ റൈസിനകത്ത് കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര വരെ ഫോസിൽ ഫ്യൂൽ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളൊരു കണക്കുണ്ടാവും. അതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ആക്ച്വലി രാജ്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോസിൽ ഫ്യൂൽ എത്രയാണെന്നുള്ളൊരു കണക്കുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വരുന്ന ഈ ഡിസ്ക്രിപ്പൻസി അല്ലെങ്കിൽ ഇത് തമ്മിൽ വരുന്ന ഈ ഗ്യാപ്പാണ് പ്രൊഡക്ഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇതാണ് ഇവിടെ ലോകത്തിൽ ഒഫീഷ്യലി ഗവൺമെൻറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോസിൽ ഫ്യൂൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ പാരീസ് ക്ലൈമറ്റ് സമ്മിറ്റ് ഒക്കെ അനുസരിച്ച് ഈ 1.5 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 2 ഡിഗ്രി സെൽഷ്യസിനകത്ത് ടെമ്പറേച്ചർ റൈസ് കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ ഈ ഫോസിൽ ഫ്യൂവലിൻ്റെ ഇപ്പോൾ 2 ഡിഗ്രി സെൽഷ്യസിനകത്ത് ടെമ്പറേച്ചർ റൈസ് കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ ഫോസിൽ ഫ്യൂവലിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കണം. 1.5 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇതായിരിക്കണം. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അതായത് ഇതാണ് നമ്മുടെ ടാർഗറ്റ്, ഇതാണ് ആക്ച്വലി നടക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഈ ഒരു ഡിസ്ക്രിപ്പൻസി അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പിനെയാണ് പ്രൊഡക്ഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ബേസിക്കലി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്ഷൻ ഗ്യാപ്പ് റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഇറ്റ് ട്രാക്സ് ദ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ഗവൺമെന്റ്സ് പ്ലാൻഡ് ഫോസിൽ ഫ്യൂൽ പ്രൊഡക്ഷൻ ആൻഡ് ഗ്ലോബൽ പ്രൊഡക്ഷൻ ലെവൽസ് കൺസിസ്റ്റന്റ് വിത്ത് ലിമിറ്റിംഗ് വാർമിംഗ് ടു 1.5 ഡിഗ്രി സെൽഷ്യസ് ഓർ 2 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇതാണ് പ്രൊഡക്ഷൻ ഗ്യാപ്പ് റിപ്പോർട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഗുഡ് ഫ്രൈഡേ എഗ്രിമെൻ്റ് ആണ്. ഗുഡ് ഫ്രൈഡേ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് പണ്ട് നോർത്തേൺ അയർലൻഡിൽ 1968 തൊട്ട് 1998 വരെയുള്ള കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു ആഭ്യന്തര യുദ്ധത്തിന് സിമിലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കാശ്മീരിലൊക്കെ കാണുന്ന പോലെ വലിയ രീതിയിലുള്ള ഫാക്ഷണൽ വാറുകളും അല്ലെങ്കിൽ മിലിറ്റൻസിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്
ഈ പറയുന്ന ഇഷ്യൂസിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് 1998 അവിടുത്തെ ഡിഫറെൻറ്റ് വാറിംഗ് ഫാക്ഷൻസും UK ഗവൺമെൻറ്റൊക്കെ കൂടി ചേർന്നിട്ട്, അതുപോലെ തന്നെ അയർലൻഡ് ഗവൺമെൻറ് കൂടി ചേർന്നിട്ട് സൈൻ ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് ഈ ഗുഡ് ഫ്രൈഡേ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അയർലൻഡിലുള്ള അല്ലെങ്കിൽ UK ഭാഗമായിട്ടുള്ള നോർത്തേൺ അയർലൻഡിലുള്ള അവിടുത്തെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ദ ഹിന്ദു ഇതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, എ ഹിസ്റ്ററി ഓഫ് നോർത്തേൺ അയർലൻഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 8 നിങ്ങൾക്ക് ഈ ആർട്ടിക്കിൾ കാണാൻ പറ്റും. അപ്പോൾ ഇത് ബേസിക്കലി ഈ നോർത്തേൺ അയർലൻഡിൻ്റെ ഇന്റേണൽ പൊളിറ്റിക്സിനെ കുറിച്ചും ഈ ഗുഡ് ഫ്രൈഡേ എഗ്രിമെന്റിനെ കുറിച്ചൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഗുഡ് ഫ്രൈഡേ എഗ്രിമെന്റ് എന്താണെന്ന് നോക്കുന്നത്. അപ്പോൾ ഈ ഗുഡ് ഫ്രൈഡേ എഗ്രിമെന്റ് ബെൽഫാസ്റ്റ് എഗ്രിമെന്റ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. കാരണം UK ഭാഗമായിട്ടുള്ള നോർത്തേൺ അയർലൻഡിന്റെ ക്യാപിറ്റലാണ് ബെൽഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അയർലൻഡിന്റെ കേസിൽ ഒരു കാര്യം ഓർത്തിരിക്കുക, അത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അയർലൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യം നമുക്ക് കാണാൻ സാധിക്കും, അത് പണ്ട് ഇംഗ്ലണ്ടിന്റെ കൺട്രോളിലായിരുന്നു. 1920-കളിലാണ് ഇവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത്. പക്ഷെ അന്ന് സ്വാതന്ത്ര്യം കൊടുക്കുന്ന സമയത്ത് അയർലൻഡിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രദേശങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. അയർലൻഡിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ചില പ്രദേശങ്ങൾ ബ്രിട്ടൻ അവരുടെ കൈവശം വെക്കുന്നുണ്ട്. അതിനെയാണ് നോർത്തേൺ അയർലൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ നോർത്തേൺ അയർലൻഡിലുള്ള ഒരു വിഭാഗം ആളുകൾ, അത് പ്രധാനമായിട്ടും ക്രിസ്ത്യാനിറ്റിക്കകത്തുള്ള കാത്തലിക്സും പ്രൊട്ടസ്റ്റൻസും തമ്മിലുള്ള ഒരു പ്രശ്നം കൂടിയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു വിഭാഗം ആളുകൾ ഈ നോർത്തേൺ അയർലൻഡും അയർലൻഡിന്റെ ഭാഗമാകണം, അതായത് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി അയർലൻഡിന്റെ കൂടെ ജോയിൻ ചെയ്യണം എന്ന് പറയുന്നവരും, മറ്റവർ അങ്ങനെയല്ല, അയർലൻഡ് അല്ലെങ്കിൽ നോർത്തേൺ അയർലൻഡ് ബ്രിട്ടന്റെ കൂടെ കണ്ടിന്യൂ ചെയ്യണം എന്ന് പറയുന്നവരുമാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ പ്രശ്നങ്ങളാണ് 1968 ഈ ആഭ്യന്തര യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മിലിറ്റൻസിയിലേക്ക് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കോൺഫ്ലിക്റ്റിലേക്ക് കാര്യങ്ങൾ നയിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിന് ഈ 1968 തൊട്ട് 98 വരെ നടന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു മിലിറ്റൻസിനെ വിളിക്കാറുള്ളത് ദ ട്രബിൾസ് എന്നാണ് UK ഹിസ്റ്റോറിയൻസ് ഒക്കെ വിളിക്കാറുള്ളത്. അപ്പോൾ ഈ രണ്ട് വിഭാഗം തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഈ ഏറ്റുമുട്ടലുകൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് അവരുടെ സൈന്യത്തിന് നോർത്തേൺ അയർലൻഡിൽ ഡിപ്ലോയ് ചെയ്യുന്നത്. ഇപ്പോൾ കാശ്മീർ ഇഷ്യൂ കാരണം നമ്മൾ കാശ്മീരിൽ പട്ടാളക്കാർ ഇറക്കുന്നത് പോലെ. അപ്പോൾ ഈ പട്ടാളക്കാർ സ്വാഭാവികമായിട്ടും UK കൂടെ നിൽക്കണം എന്ന് പറയുന്ന ഈ നോർത്തേൺ അയർലൻഡിന്റെ വിഭാഗത്തിന്റെ കൂടെ നിന്നുകൊണ്ട് ഓപ്പോസിഷൻ സൈഡിന് അഗേൻസ്റ്റ് ആയിട്ട് UK ഗവൺമെന്റും വർക്ക് ചെയ്തു എന്നുള്ളൊരു അക്യൂസേഷൻ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ പ്രാക്ടിക്കലി സംഭവിച്ചിട്ടുണ്ടായിരുന്ന അതാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് US-ന്റെ ഒക്കെ മധ്യസ്ഥതയിൽ കുറേ ചർച്ചകൾ നടക്കുകയും അങ്ങനെ അവസാനം 1998 2 എഗ്രിമെന്റുകൾ സൈൻ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടി പാർട്ടി എഗ്രിമെന്റ് ആണ്. മൾട്ടി പാർട്ടി എഗ്രിമെന്റ് എന്ന് പറയുന്നത് നോർത്തേൺ അയർലൻഡിലെ ഈ ഡിഫറെന്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് തമ്മിൽ സൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. രണ്ടാമത്തത് ബ്രിട്ടീഷ് ഗവൺമെന്റും ഐറിഷ് ഗവൺമെന്റും കൂടി സൈൻ ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. അപ്പോൾ ഈ എഗ്രിമെന്റുകൾ അനുസരിച്ച്, ഈ മൾട്ടി പാർട്ടി എഗ്രിമെന്റുകൾ അനുസരിച്ച് ഈ അയർലൻഡിലെ ഈ വാറിംഗ് ഫാക്ഷൻസ് ഉണ്ടല്ലോ, അതായത് നോർത്തേൺ അയർലൻഡിൽ ഈ വാറിംഗ് ഫാക്ഷൻസിനകത്ത് നോർത്തേൺ അയർലൻഡിൽ ജോയിൻ ചെയ്യണം എന്ന് പറയുന്നവർ റിപ്പബ്ലിക്കൻസ് എന്നാണ് വിളിക്കുക. അതുപോലെ തന്നെ ഈ നോർത്തേൺ അയർലൻഡ് ബ്രിട്ടന്റെ ഭാഗമായിട്ട് കണ്ടിന്യൂ എന്ന് പറയുന്നവരെ വിളിക്കാറുള്ളത് യൂണിയനിസ്റ്റുകൾ എന്നാണ്. അപ്പോൾ ഈ രണ്ട് വിഭാഗത്തിൽ പെടുന്ന ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. അപ്പോൾ ഈ അയർലൻഡിലത്തെ ഈ ഒരു ഡീൽ അനുസരിച്ച് അയർലൻഡിൽ എങ്ങനെ ഇലക്ഷൻ നടന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇലക്ഷൻ്റെ റിസൾട്ട് എന്തായാണെങ്കിലും അയർലൻഡിലെ ഫസ്റ്റ് മിനിസ്റ്റർ എന്ന് പറയുന്നത്, ഫസ്റ്റ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ സംസ്ഥാനങ്ങളുടെ ചീഫ് മിനിസ്റ്റർ എങ്ങനെയാണോ അതിന് സിമിലർ ആണ് നോർത്തേൺ അയർലൻഡിലെ ഫസ്റ്റ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോർത്തേൺ അയർലൻഡിലെ ഫസ്റ്റ് മിനിസ്റ്റർ ഈ പറയുന്ന റിപ്പബ്ലിക്കനോ അല്ലെങ്കിൽ യൂണിയനിസ്റ്റോ ആണെങ്കിൽ അവിടുത്തെ ഡെപ്യൂട്ടി ഫസ്റ്റ് മിനിസ്റ്റർ അല്ലെങ്കിൽ അവിടുത്തെ ഉപമുഖ്യമന്ത്രി എന്ന് പറയുന്നത് സിമിലർ ആയിട്ടുള്ള പോസ്റ്റിൽ ഇരിക്കുന്ന ആൾ ഓപ്പോസിഷൻ ടീമിൽ നിന്നുള്ളവരായിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു പവർ ഷെയറിംഗ് എഗ്രിമെന്റ് ആണിത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ നോർത്തേൺ അയർലൻഡിൽ നിന്നുള്ള ആളുകൾക്ക് അയർലൻഡിലേക്ക് ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാനും അല്ലെങ്കിൽ ഇവരുടെ ട്രാവലും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് സുഗമമായിട്ട് നടക്കാനും അവർക്കായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ബാരിയേഴ്സ് ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അയർലൻഡും ബ്രിട്ടനും തമ്മിൽ ഈ എഗ്രിമെന്റ് സൈൻ ചെയ്തത്. പക്ഷേ ബ്രിട്ടൻ ഇപ്പോൾ ഈ ബ്രെക്സിറ്റിന് ശേഷം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം ഈ കാര്യങ്ങൾക്കൊക്കെ ചില പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഈ ഗുഡ് ഫ്രൈഡേ എഗ്രിമെന്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ലോക്പാലാണ്. സോ ലോക്പാലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം നമ്മുടെ ഇന്ത്യയിൽ ലോക്പാലിൻ്റെ ചെയർമാൻ സ്ഥാനം കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ലോക്പാൽ ചെയർമാനായിട്ട് പുതിയ ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഹൈ ലെവൽ കമ്മിറ്റിയുടെ മീറ്റിംഗ് റീസെൻ്റ്ലി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴയ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന കാൻവിൽക്കർ പുതിയ ലോക്പാലായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 11 അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ലോക്പാലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ലോക്പാൽ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ഇന്ത്യയിൽ നാഷണൽ ലെവലിലുള്ള ഒരു ആൻറ്റി കറപ്ഷൻ ഓംബുഡ്സ്മാൻ ആണെന്ന് മനസ്സിലാക്കുക. അതായത്
നാഷണൽ ലെവലിൽ നടക്കുന്ന കറപ്ഷൻസ് അന്വേഷിക്കാനുള്ള അത് പ്രൈം മിനിസ്റ്റർ, അതുപോലെ തന്നെ ഫോർമർ പ്രൈം മിനിസ്റ്റേഴ്സ്, യൂണിയൻ അല്ലെങ്കിൽ യൂണിയൻ മിനിസ്റ്റേഴ്സ്, മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്, യൂണിയൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള സർവീസിൽ പെടുന്ന ഉദ്യോഗസ്ഥർ, ഇവരുടെ എല്ലാവർക്കെതിരായിട്ടും വരുന്ന അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നാഷണൽ ലെവൽ ആന്റി കറപ്ഷൻ ഓംബുഡ്സ്മാൻ ആയിട്ടാണ് ലോക്പാൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഈ ലോക്പാൽ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് 1960കളിൽ വന്നിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷനാണ്. പക്ഷേ അതിനുശേഷം 1960s ശേഷം ഇത്തരത്തിലൊരു ലോക്പാൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 10ഓളം പ്രാവശ്യം പാർലമെന്റിൽ ബില്ലുകൾ അവതരിപ്പിക്കപ്പെട്ടിരുന്നെങ്കിലും അതെല്ലാം തന്നെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവസാനം അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന സമരങ്ങളുടെ അവസാനം 2013 ഇന്ത്യൻ പാർലമെന്റ് ലോക്പാൽ ആൻഡ് ലോകായുക്താസ് ആക്ട് എന്ന് പറയുന്ന ആക്ട് പാസ്സാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോക്പാൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ലോക്പാലിൻ്റെ കോമ്പോസിഷനും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോക്പാൽ ആൻഡ് ലോകായുക്താസ് ആക്ട് അനുസരിച്ച് ലോക്പാലിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ചെയർപേഴ്സണും മാക്സിമം 8 മെമ്പേഴ്സുമാണ്. ആ 8 മെമ്പേഴ്സിൽ 50% ആളുകൾ ജുഡീഷ്യൽ മെമ്പേഴ്സും 50% ആളുകൾ നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സും ആയിരിക്കണം. അതുകൂടാതെ ഈ പറയുന്ന ടോട്ടൽ മെമ്പേഴ്സിനകത്തുള്ള 50% ആളുകൾ SC, ST, OBC, മൈനോറിറ്റീസ്, വുമൺ ഈ കാറ്റഗറി പെടുന്നവരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഇന്ത്യൻ പ്രസിഡന്റ് ലോക്പാലിന്റെ ചെയർമാനെയും മെമ്പേഴ്സിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് ഒരു ഹൈ പവേർഡ് സെലക്ഷൻ കമ്മിറ്റി റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ സെലക്ഷൻ കമ്മിറ്റിക്കകത്തുള്ള ആൾക്കാർ ഒന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ, അതുപോലെ തന്നെ ലോക്സഭാ സ്പീക്കർ, ലോക്സഭയിലെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ, അല്ലെങ്കിൽ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇല്ലെങ്കിൽ ലോക്സഭയിലെ സിംഗിൾ ലാർജസ്റ്റ് ഒപ്പോസിഷൻ പാർട്ടിയുടെ നേതാവ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഒരു എമിനന്റ് ജൂറിസ്റ്റ്. ഇത്രയും പേരടങ്ങുന്നതാണ് ഈ സെലക്ഷൻ കമ്മിറ്റി. ഇവർ പറയുന്ന ആൾക്കാരെയാണ്, ഈ സെലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കുന്ന ആൾക്കാരെയാണ് പ്രസിഡന്റ് ലോക്പാലിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി ലോക്പാലിന്റെ ചെയർമാന്റെയും മെമ്പേഴ്സിന്റെയും ടെന്യൂർ എന്ന് പറയുന്നത് 5 വർഷമോ അല്ലെങ്കിൽ 70 വയസ്സ് വരെയോ ആണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് ആണ്. സോ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ PIB-കകത്ത് ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് ആണ്. സോ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണെന്നോ അല്ലെങ്കിൽ ഒരു ടൂൾ ആണെന്നോ പറയാം. അപ്പോൾ ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള രാജ്യങ്ങളെ അവരുടെ ലോജിസ്റ്റിക്സിനകത്ത് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് പെർഫോമൻസിനകത്ത് അവർ നേരിടുന്ന ഹഡിൽസ് അല്ലെങ്കിൽ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അത് മറികടക്കാനുള്ള മെഷേഴ്സ് സജസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ഓരോ രാജ്യങ്ങളുടെയും ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ആണ് ഇതിനകത്ത് കണക്കാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യങ്ങളെ റാങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോജിസ്റ്റിക്സിൻ്റെ പെർഫോമൻസ് ഈ റിപ്പോർട്ടിനകത്ത് അല്ലെങ്കിൽ ഈ ഇൻഡെക്സിനകത്ത് അവർ കണക്കാക്കുന്നത് 6 പാരാമീറ്റേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ കസ്റ്റംസ് പെർഫോമൻസ്, ഇൻഫ്രാസ്ട്രക്ചർ ക്വാളിറ്റി, ഈസ് ഓഫ് അറേഞ്ചിങ് ഷിപ്മെൻറ്റ്സ്, ലോജിസ്റ്റിക്സ് സർവീസ് ക്വാളിറ്റി, കൺസൈൻമെൻറ്റ് ട്രാക്കിംഗ് ആൻഡ് ട്രേസിങ്, ടൈംലിനെസ് ഓഫ് ഷിപ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള 6 പാരാമീറ്റേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ലോജിസ്റ്റിക്സിൻ്റെ ഈ ഒരു ഇൻഡെക്സ് തയ്യാറാക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിനകത്ത് 2023 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം 38-ാമതാണ്. 2014 ഇന്ത്യ ആക്ച്വലി 54-ാം സ്ഥാനത്തായിരുന്നു. 2018 ഇന്ത്യ 44-ാം സ്ഥാനത്തെത്തുന്നുണ്ട്. അപ്പോൾ ഓവർ ദി പീരിയഡ് ഓഫ് ടൈം നമ്മുടെ റാങ്ക് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഡീപ് ടെക് ആണ്. സോ ഈ ഡീപ് ടെക്കുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡീപ് ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് ബഡ്ജറ്റിനകത്തുള്ള ചില പ്ലാൻസിനെ കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 13-നകത്ത് ഇവിടെ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഡീപ് ടെക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡീപ് ടെക് അല്ലെങ്കിൽ ഡീപ് ടെക്നോളജി എന്ന് പറയുന്നത് ഇത് ബേസിക്കലി ഒരു വലിയൊരു അളവോളം സ്റ്റാർട്ടപ്പുകളായിരിക്കും. ഇതൊരു ബിസിനസ് മോഡലാണ്. അതായത് പ്രധാനമായിട്ടും സ്റ്റാർട്ടപ്പുകളായിരിക്കും. അതായത് ഈ വളരെ ഹൈടെക് ഇന്നോവേഷൻസ്, അതായത് എഞ്ചിനീയറിങ്ങിനകത്തോ അല്ലെങ്കിൽ വലിയ ഇതിലുള്ള സയന്റിഫിക് അഡ്വാൻസ്മെന്റ് ഒക്കെ ആവശ്യമുള്ള ഹൈടെക് ടെക്നോളജി ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് അതിനുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനകത്തൊക്കെ അല്ലെങ്കിൽ അതിനകത്ത് പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകളെയാണ് ഡീപ് ടെക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ അധികം കോസ്റ്റ് ആവശ്യമുള്ള അല്ലെങ്കിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള വലിയ റിസ്ക് ഉള്ള പക്ഷെ എന്നാൽ വളരെ ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള കണ്ടെത്തലുകൾ നടത്താൻ സാധ്യതയുള്ള ഒരു എക്കോസിസ്റ്റമാണ് ഈ ഡീപ് ടെക് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെന്റിന് ഇത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ 3ാമത്തേതാണ്. അപ്പോൾ അതിനകത്ത് ഏകദേശം 3000-ഓളം ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത് ഡീപ് ടെക് ബിസിനസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡീപ് ടെക്കിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ഈ നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജീസ് ആയിട്ട് പറയുന്നത് ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിങ്, ഇങ്ങനെയുള്ള വളരെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള വളരെ ബ്രേക്ക് ത്രൂ ടെക്നോളജീസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ടെക്നോളജീസിനകത്ത് വലിയ ഇതിൽ ഇന്നോവേഷൻ നടത്താൻ ഈ ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകളെ കൊണ്ട് പറ്റും. അപ്പോൾ അത് രാജ്യത്തിന് ഓവറോൾ രാജ്യത്തിൻ്റെ ഡെവലപ്മെന്റ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് ജോബ് ക്രിയേഷനും എക്കണോമിക് ഗ്രോത്തിനും കാരണമാകും. നമുക്ക് നാഷണൽ സെക്യൂരിറ്റിനെ ഇത് സപ്പോർട്ട് ചെയ്യും. കാരണം ഇങ്ങനെയുള്ള ടെക്നോളജിക്ക് നമുക്ക് ഔട്ട്സൈഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ
ക്രോസ് സെക്ടറൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇപ്പോൾ നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഏരിയ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് മേഖലകളിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് വലിയൊരു ടെക്നോളജിക്കൽ ബ്രേക്ക് ത്രൂ വന്നു കഴിഞ്ഞാൽ ഇത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനകത്ത് മാത്രമല്ല, അല്ലെങ്കിൽ ഈ ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമല്ല, മറ്റുള്ള എക്കണോമിയുടെ ബാക്കിയുള്ള എല്ലാ സെക്ടേഴ്സിലും, എക്കണോമിയിലാണെങ്കിലും നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിലും മറ്റുള്ള സെക്ടേഴ്സിലെല്ലാം തന്നെ അതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അതിന് സാധിക്കും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ് എന്ന് പറയുന്നത് ഒന്ന് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ടൊരു മേഖലയാണിത്. അപ്പോൾ ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർമെൻറ്റ് ഉണ്ട്. അത് കണ്ടെത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി പ്രൈവറ്റ് ഫേംസിൻ്റെ കയ്യിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് റിസ്ക് കൂടുതലാണ്, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ ഇതിനകത്തൊരു ടെക്നോളജിക്കൽ ബ്രേക്ക് ത്രൂ ഉണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം വലിയൊരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫെയിലിയറിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണിത്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്നിക്കൽ ആൻഡ് റെഗുലേറ്ററി ഹേർഡിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു പൂൾ ഉണ്ടാക്കണം. അതായത് ഇത്തരത്തിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തുന്ന വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചാലഞ്ചസ് ആയിട്ട് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നടത്തുന്ന പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഇൻ്ററിം ബഡ്ജറ്റിനകത്ത് ഇതിനുള്ളൊരു ഫിനാൻഷ്യൽ സപ്പോർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇൻ്ററിം ബഡ്ജറ്റിനകത്ത് ഏകദേശം 1 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലെ ലോങ് ടേം ലോ കോസ്റ്റ് അല്ലെങ്കിൽ സീറോ ഇൻട്രസ്റ്റ് ലോൺസ് ആയിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വലിയൊരു അളവോളം ഈ ഡീപ് ടെക്കിനെയും സഹായിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ഡ്രാഫ്റ്റ് പോളിസി ഫ്രെയിംവർക്ക് നിലവിലുണ്ട്. അതാണ് നാഷണൽ ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് പോളിസി അല്ലെങ്കിൽ NDTSP എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് പെൻഡിങ്ങിലിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസർച്ച് മിഷൻസ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഡീപ് ടെക്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന മൊബിലിറ്റി ആൻഡ് ബാറ്ററി സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നാഷണൽ മിഷൻ ഓൺ ട്രാൻസ്ഫോർമേറ്റീവ് മൊബിലിറ്റി ആൻഡ് ബാറ്ററി സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ ക്വാണ്ടം മിഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇനീഷ്യേറ്റീവ്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.